എറണാകുളം ഞാറയ്ക്കൽ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ കടലേറ്റം അതിരൂക്ഷം. 35ഓളം വീടുകളിലാണ് കടലിൽ നിന്ന് ഇരച്ചെത്തിയ വെള്ളം കയറുന്നത്. പ്രതിഷേധ സൂചകമായി ഇവിടെ നിന്നും മാറി താമസിക്കില്ല എന്ന് ജനങ്ങൾ പറയുന്നു. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. അമൽ, ഈ മേഖല പ്രത്യേകിച്ച് നായരമ്പലം, കണ്ടമാലി ഈ മേഖലയിലൊക്കെ തന്നെ എല്ലാ വർഷവും മഴക്കാലത്ത് ഇതേ ദുരിതമാണ് അവിടുത്തെ പ്രദേശവാസികൾ അനുഭവിക്കുന്നത്. ആ സമയങ്ങളിലൊക്കെ തന്നെ ഇതേ അഭിപ്രായങ്ങൾ അവർ പുറത്തു പറയാറുമുണ്ട്. ഇവിടുന്ന് മാറി താമസിക്കില്ല, ഇതാണ് ഞങ്ങളുടെ സ്ഥലം എന്നുള്ളത്. പക്ഷേ അധികാരികൾ അതൊന്നും കാണുന്നില്ല എന്ന അവരുടെ പരാതി അത് ഇത്തവണയും തുടരുന്നു. വിവരങ്ങൾ എന്താണ്? പ്രജിൻ, മൺസൂൺ എത്തുന്ന ആ ഒരു സമയം തൊട്ടേ കടൽ പ്രക്ഷുബ്ധമാണ്. അതുകൊണ്ട് തന്നെ തീരദേശത്ത് താമസിക്കുന്നവരോടെല്ലാം അല്ലെങ്കിൽ കടൽ പോകുന്നവരോടെല്ലാം ജാഗ്രത നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. നമുക്കറിയാവുന്നതാണ്, വർഷങ്ങളായിട്ട് കൊച്ചിയുടെ തീരപ്രദേശങ്ങളിൽ കഴിയുന്നവരുടെ ഒരു ദുരിതമാണ് ഈ കടലേറ്റം. അത് പ്രധാനമായിട്ടും കടൽ ഭിത്തിയുടെ തകർച്ച മൂലമുണ്ടാകുന്ന കടലേറ്റങ്ങളാണ് ഇപ്പോഴും ഉള്ളത്. ഇപ്പോഴും പല ഭാഗങ്ങളിലും പൊലിമൂട്ട് ഇടുവാനോ അല്ലെങ്കിൽ ടെട്രാപോഡുകൾ സ്ഥാപിക്കുവാനോ അധികാരികൾ തയ്യാറായിട്ടില്ല. അതിന് ഫണ്ടുകൾ തയ്യാറായിട്ടുണ്ട് എന്ന് പറയുന്നതല്ലാതെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഞാറയ്ക്കലിലെ 1-ാം വാർഡിൽ, അതായത് ജയ്ഹിന്ദ് കടപ്പുറത്തിന് പടിഞ്ഞാറ് വശത്തുള്ള തീരത്താണ് ഇപ്പോൾ പ്രശ്നങ്ങൾ അതിരൂക്ഷമായിട്ടുള്ളത്. ഇവിടെ താമസിക്കുന്ന 35ഓളം വീടുകളിൽ വെള്ളം കയറിയിരിക്കുകയാണ്. പ്രായമായവരും രോഗികളും കുട്ടികളും അടക്കം നിരവധി പേരാണ് ഇവിടെ ഉള്ളത്. ഏതായാലും ഈ ഒരു സമയത്തും തങ്ങൾ ഇവിടം വിട്ടു പോകുന്നില്ല എന്നാണ് ഒരു പ്രതിഷേധ സൂചകമായ ഒരു തീരുമാനമാണ് അവിടുത്തെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. വില്ലേജ് ഓഫീസിൽ നിന്നടക്കം ആളുകൾ എത്തി ഇവരെ ഇവിടെ നിന്ന് മാറ്റുവാനുള്ള അല്ലെങ്കിൽ ജനങ്ങളെ അനുനയിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഏതായാലും ഇപ്പോഴും ജനങ്ങൾ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. പ്രജിൻ.